ഇന്നലെ ഡിസ്കസ് ചെയ്ത് നമ്മൾ പൈത്തൻ്റെ ഫീച്ചേഴ്സും അതുപോലെ തന്നെ എന്താണ് പൈത്തൺ എന്നുള്ളത്. ഇന്ന് ഞാൻ പറയണത് പൈത്തൻ്റെ ഹിസ്റ്ററിയാണ്, പൈത്തൺ എങ്ങനെയാണ് ഫോം ചെയ്ത് വന്നതെന്നുള്ളത്. അപ്പോൾ ഫസ്റ്റായിട്ട് പറയുന്നത് പൈത്തൺ എന്നുള്ള ഫൗണ്ടേഷൻ ബിഗിനിങ് എന്ന് പറഞ്ഞത് 1980. പിന്നെ പൈത്തൺ എന്നുള്ളൊരു കോൺസെപ്റ്റിലോട്ട് വന്നത് 1989 ഗീഡോ വാൻ റോസംബി എന്ന് പറഞ്ഞ നെതർലാൻഡിലാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 1991 റോസം എന്ത് ചെയ്തു, 0.9.02 ആൾട്ട് സോഴ്സസ് കൊണ്ട് ഒരു വേർഷൻ ഇറക്കി. അത് കഴിഞ്ഞിട്ടാണ് 1994 പൈത്തൺ 1.0 റിലീസ് ചെയ്തത്. അതിൽ ലാംഡ മാപ്പ് ഫിൽട്ടർ റിലീസ് അങ്ങനത്തെ ഫീച്ചേഴ്സൊക്കെ എന്തായിട്ടുണ്ടായിരുന്നു, ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇറങ്ങിയ വേർഷൻ പൈത്തൺ 2.0. അതിൽ കംപ്രഷനും ഗാർബേജ് കളക്ഷൻ. കംപ്രഷൻ എന്ന് പറയുമ്പോൾ ഇത് ചെയ്യുക, എല്ലാ ഒബ്ജക്റ്റും കൂടി കംപ്രസ് ചെയ്യുക. അതുപോലെ ഗാർബേജ് കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഇൻറ്റി എ എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻറ്റീജറിന് ഒരു സൈസ് ഉണ്ടാവും, ഇത്ര 2 ബിറ്റ് സൈസ് ഉണ്ടാവും. അപ്പോൾ ആ എയിൽ ഓട്ടോമാറ്റിക് ഒരു ഗാർബേജ് വാല്യൂ ഉണ്ടാവും. അപ്പോൾ പ്രോപ്പറായിട്ട് നമ്മൾ ഈ മാത്സ് കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ അത് നമ്മൾ ക്ലിയർ ചെയ്തിട്ടില്ലെങ്കിൽ ആ കാൽക്കുലേഷൻ തെറ്റും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, അത് ഇനീഷ്യലൈസേഷൻ ചെയ്യാൻ നേരത്ത് ഈക്വൽ ടു 0 എന്ന് കൊടുക്കണം. ഇൻറ്റ് എ ഈക്വൽ ടു 0 എന്ന് കൊടുക്കുമ്പോൾ എൻ്റെ വാല്യൂ എന്താവും, 0 ആവും. അതായത് ഇല്ലെങ്കിൽ ആ ഇൻറ്റ് എ എന്ന് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ആ എയിൽ എന്താണ് ഒരു ഗാർബേജ് വാല്യൂ ഉണ്ടാവും. അപ്പോൾ 2.0 അവർ ചെയ്ത ഇതാണ് കംപ്രഷൻ. അതുപോലെ ഗാർബേജ് എന്ത് ചെയ്യും, ക്ലിയർ ചെയ്യും. പിന്നെ ഇറങ്ങുന്നത് 2008 ഡിസംബർ 3 പൈത്തൺ 3.0 PY3 എന്ന് വിളിക്കും. അത് ഒരു നോർമൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്നുള്ള കോൺസെപ്റ്റിലോട്ട് അവർ അത് കൊടുക്കുന്നു. അത് 3.0 മുതലാണ് ഒരു നോർമൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ഫ്ലോയിലോട്ട് വന്നത്. പിന്നെ പറയുന്നത് ABC പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ട് പഴയ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ടായിരുന്നു. അതിൻ്റെ പ്രിഡിസസറാണ് പൈത്തൺ ലാംഗ്വേജ്. അതായത് അതിൽ നിന്നും ഒരു ഐഡിയ കിട്ടിയിട്ടാണ് പൈത്തൺ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ പൈത്തൺ ലാംഗ്വേജ് കൊടുക്കുന്നതാണ് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് ആൻഡ് ഇൻ്റർഫേസിങ് വിത്ത് അമീബ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഈ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് എന്താന്ന് പറഞ്ഞാൽ, എക്സെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറർ. അതായത് നമ്മളൊരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം എഴുതാണ്, അപ്പോൾ അതിൽ ഒരു എറർ വരാൻ ചാൻസ് ഉണ്ടെന്ന് നമുക്ക് തന്നെ അറിയാം. അപ്പോൾ ആ എറർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്ന് മെൻഷൻ ചെയ്യുന്നതാണ് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ്. മനസ്സിലായോ? എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എറർ വന്നു കഴിഞ്ഞാൽ ആ എറർ എന്താക്കണം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ നിങ്ങൾ അറേസൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അറിയണം. അപ്പോൾ ഡിവൈഡഡ് ബൈ 0 എന്താണ്, ഒരു മാത്തമാറ്റിക്കൽ എററാണ്. കാരണം ഒരു നമ്പറിനും 0 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒരു എറർ വന്നു കഴിഞ്ഞാൽ ആ എററിന് എന്ത് ചെയ്യണം എന്ന് പറയുന്നതാണ് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ്. അതുപോലെ അമീബ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോ കേർണൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് അമീബ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. നിങ്ങൾ കേർണലിന് കേട്ടിട്ടുണ്ടാവും. മൈക്രോ എന്ന് പറയുമ്പോൾ അത്രയും സൈസ് കുറഞ്ഞൊരു കേർണലാണ് മൈക്രോ കേർണൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതിൽ തന്നെ മൾട്ടി ത്രെഡിങ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അറ്റ് എ ടൈം ഒന്നിൽ കൂടുതൽ പ്രോസസ്സ് ഒരേ സമയം റൺ ചെയ്യിപ്പിക്കാൻ പറ്റും. അതാണ് മൾട്ടി ത്രെഡ് ഫീച്ചേഴ്സ്. അപ്പോൾ ABCൻ്റെ പിൻഗാമിയാണ് പൈത്തൺ ലാംഗ്വേജ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പൈത്തൺ ലാംഗ്വേജ് ഇൻഫ്ലുവൻസ് ചെയ്ത 2 ലാംഗ്വേജാണ്. ഒന്ന് ABC ലാംഗ്വേജ്, മൊഡ്യൂൾ 3. ഇത് രണ്ടും കുറച്ചു കാലം മുൻപ് നിന്നിരുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജസാണ്. അടുത്തതായിട്ട് പൈത്തൺ വേർഷൻസ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് 1.0 റിലീസ് ചെയ്ത ജനുവരി 1994. 1.5 പിന്നെ ഇറങ്ങി, അത് ഡിസംബർ 31, 1997. 1.6 ഇറങ്ങി സെപ്റ്റംബർ 5, 2000. പിന്നെ ഇറങ്ങിയത് പൈത്തൺ 2.0, അത് ഒക്ടോബർ 16, 2000. 2.1 ഏപ്രിൽ 17, 2001. അപ്പോൾ അത്രയും 3.7 വരെ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, ഡെവലപ്പ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ഓരോ ഇതിലും എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ അപ്ഡേഷൻസ്, ഓരോ പുതിയ കാര്യങ്ങൾ അവരെന്ത് ചെയ്ത് ഇൻവെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വേർഷൻസ് ഒന്നുമില്ല. ഇപ്പോൾ 3.7 മുതലേക്കും 3.9 അങ്ങനെ എത്തിന്ന് തോന്നുന്നത്. അത് നിങ്ങളെന്തായാലും ഇൻ്റർനെറ്റിൽ ചെക്ക് ചെയ്യുക ഏതാണെന്ന്
ജാവാസ്ക്രിപ്റ്റിലെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ആണ്. അടുത്തായിട്ട് പറയുമ്പോൾ പൈത്തൺ അപ്ലിക്കേഷൻസ്, അതായത് പൈത്തൺ എവിടെയെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റത്താണ് വെബ് അപ്ലിക്കേഷൻ. വെബ് അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെബ്സൈറ്റിൽ ക്രിയേറ്റ് ചെയ്യുന്നു. അതായത് ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോളായി HTML ഒക്കെ അറിയില്ല, HTML, XML, JSON, ഇതൊക്കെ എന്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? പൈത്തൺ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിന് വേണ്ടിയിട്ട് എല്ലാം ഓരോ ലൈബ്രറീസ് പൈത്തണിലുണ്ട്. അതുപോലെ ഈ വെബ് അപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫ്രെയിം വർക്കാണ് ജാങ്കോ, പിരമിഡ്, ഫ്ലാസ്ക്. ഏറ്റവും മോസ്റ്റ് പോപ്പുലർ ആയിട്ടിരിക്കുന്ന ഫ്രെയിം വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാങ്കോ. കാരണം ഇപ്പോൾ കറൻ്റിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നതും ജാങ്കോ ആണ്. കാരണം എല്ലാ ആൾക്കാരും യൂസ് ചെയ്യുന്ന ഫ്രെയിം വർക്ക് ജാങ്കോ ആണ്. അപ്പോൾ ഈ 3 ഫ്രെയിം വർക്ക്സ് ആണ് ജാങ്കോ, പിരമിഡ്, ഫ്ലാസ്ക് എന്നുള്ള ഫ്രെയിം വർക്ക്സ് ആണ് വെബ് ബേസ്ഡ് അപ്ലിക്കേഷൻസ്, അതായത് വെബ് പോർട്ടൽ അങ്ങനത്തെ ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫ്രെയിം വർക്കാണ്. പൈത്തൻ്റെ ഫ്രെയിം വർക്കാണ് ജാങ്കോ, പിരമിഡ്, ഫ്ലാസ്ക്. അപ്പോൾ പൈത്തൺ പൈത്തൺ എന്ന് പറയുമ്പോൾ എല്ലാ സ്ഥലത്തും യൂസ് ചെയ്യുന്ന ലാംഗ്വേജാണ്. ഇപ്പോൾ വെബ് അപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുക. അടുത്തതായിട്ട് ഡെസ്ക്ടോപ്പ് GUI ആപ്ലിക്കേഷൻസ്. ഡെസ്ക്ടോപ്പ് GUI ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ GUI എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞത് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ്, അതായത് യൂസറിന് ഇൻ്ററാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഗ്രാഫിക്കൽ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൽവേയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യണത് അതെന്താണ്? അതൊരു യൂസർ ഇൻ്റർഫേസ് പ്ലാറ്റ്ഫോമാണ് അല്ലേ? അപ്പോൾ പൈത്തൺ എന്ത് ചെയ്യുന്നുണ്ട്? GUI ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പൈത്തൺ നമുക്ക് യൂസ് ചെയ്യാം. അതിന് വേണ്ടി TKGUI എന്നിട്ടൊരു ലൈബ്രറി ഉണ്ട്. അതിൽ അതുപോലെ തന്നെ ടൂൾ കിറ്റ്, WX Widget, Kiwi, PyQt, ഇതൊക്കെയാണ് വേറെ പ്ലാറ്റ്ഫോംസ്. Kiwi ആണ് മൾട്ടി ടച്ച് അപ്ലിക്കേഷൻസ്. മൾട്ടി ടച്ച് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ട്രെയിനിൽ നിങ്ങൾ ഇത് ചെയ്തിട്ടില്ലേ, അതായത് നമ്പേഴ്സൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ പല സ്ഥലത്തും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നില്ലേ. അപ്പോൾ കിവിയൊക്കെ ആണ് ഈ ലൈബ്രറി ഏതിനു വേണ്ടിയിട്ട് മൾട്ടി ടച്ച് അപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പൈത്തൻ്റെ ലൈബ്രറിയാണ് കിവി. അടുത്ത് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്. സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമുക്കൊരു സ്റ്റാൻഡ് അലോൺ, അല്ലെങ്കിൽ ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മെഡിക്കൽ സ്റ്റോർ. ഞാൻ പറഞ്ഞത് മെഡിക്കൽ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ എന്താണ്, അവിടെ ഒരു സിസ്റ്റം ഉണ്ടാവും, അവർ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നുണ്ടാവും അല്ലേ. ഇൻ്റർനെറ്റ് കണക്ഷൻ ഒന്നും ഉണ്ടാവില്ല, അവരുടെ സ്റ്റോക്ക് ഉണ്ടാവും. അവരുടെ സ്റ്റോക്ക് എന്ത് ചെയ്യും, ഇത് സെയിലിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, അത് കുറഞ്ഞു വരും. അപ്പം അങ്ങനത്തെ ഒരു സോഫ്റ്റ്വെയർ നമുക്ക് എന്ത് ചെയ്യാം, പൈത്തൺ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാൻഡ് അലോൺ ആപ്ലിക്കേഷൻസ് നമുക്ക് എന്ത് ചെയ്യാം, പൈത്തൺ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡെവലപ്പ് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ കൺട്രോളും മാനേജ്മെൻറ്റും ടെസ്റ്റിങ്ങും എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, പൈത്തൺ ത്രൂ തന്നെ ചെയ്യാം. നെക്സ്റ്റ് ആയിട്ട് വരുന്നതാണ് സയൻറ്റിഫിക് ആൻഡ് ന്യൂമറിക്. സയൻറ്റിഫിക് ആൻഡ് ന്യൂമറിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സയൻറ്റിഫിക് ഇക്വേഷൻസ്, അല്ലെങ്കിൽ ഒരു ചെയിൻ റിയാക്ഷൻ, കെമിസ്ട്രിയിലെ പഠിക്കുന്ന ചെയിൻ റിയാക്ഷൻ, അല്ലെങ്കിൽ ഫിസിക്സിൽ വല്ല ഇക്വേഷൻസ്, അല്ലെങ്കിൽ ന്യൂമറിക് കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മാത്സിൽ വരുന്നത് ഒരു കോംപ്ലിക്കേറ്റഡ് ഇക്വേഷൻസ്. ഫോർ എക്സാമ്പിൾ പഠിച്ചത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസാണ്. അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇതുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം, പൈത്തണിൽ യൂസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് പൈത്തൺ കുറച്ച് ലൈബ്രറി, കുറച്ച് പാക്കേജസും ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലൊന്നാണ് CPy, Pandas, IPython, ഇത്രയും എക്സെട്ര. ഇങ്ങനത്തെ 3-4 കുറച്ച് പാക്കേജസ് എന്ത് ചെയ്തിട്ടുണ്ട്, പൈത്തണിൽ ഓൾറെഡി ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പാക്കേജ് എന്ന് പറഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ, പാക്കേജ് എന്ന് പറഞ്ഞു വെച്ചാൽ കുറച്ച് കോഡ് എഴുതി വെച്ചിട്ടുണ്ടാവും ഒരു ഭാഗത്ത്, ലൈബ്രറി പോലെ കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവും. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്താൽ മതി, അതിനെ കോൾ ചെയ്താൽ മതി. അതിനെ കോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഈ സയൻറ്റിഫിക് ആൻഡ് ന്യൂമറിക് കമ്പ്യൂട്ടിംഗ് യൂസ് ചെയ്യാനുള്ള പാക്കേജസാണ് SciPy, Pandas ആൻഡ് IPython. SciPy എന്നുള്ള പാക്കേജിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻജിനീയറിംഗ് ആൻഡ് സയൻസ് ആൻഡ് മാത്തമാറ്റിക്സ്. SciPy എന്നുള്ള പാക്കേജിലുള്ള കണ്ടൻസ് ആണ് എൻജിനീയറിംഗ് കണ്ടൻസും സയൻസും അതുപോലെ മാത്തമാറ്റിക്സും. അടുത്തത് ബിസിനസ് ആപ്ലിക്കേഷൻ. അതായത് പൈത്തൺ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ബിസിനസ്
അപ്ലിക്കേഷൻ ലെവലിൽ, അതായത് ബിസിനസ് അപ്ലിക്കേഷൻ ലെവലിൽ എന്ന് പറഞ്ഞാൽ ERP, എൻ്റർപ്രണർഷിപ്പ്, അതേപോലെ കൊമേഴ്സ് സിസ്റ്റം. കൊമേഴ്സ് എന്ന് പറയുമ്പോൾ എന്താവാം, ഫ്ലിപ്കാർട്ട്, അതുപോലെ ERP എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ ഐഡിയ, വോഡഫോണൊക്കെ സിമ്മില്ലേ, അവരുടെ അവരുടെ ഡാറ്റാസൊക്കെ ഇപ്പോൾ കസ്റ്റമർ കെയറിലാണെങ്കിൽ അവരുടെ ഡാറ്റാസൊക്കെ സേവ് ചെയ്ത് വെക്കുന്ന ഒരു സ്ഥലം ERP എന്ന് പറയുന്നത്. അപ്പോൾ പൈത്തൺ എന്നൊരു ബിസിനസ് അപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ട് എന്ത് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം, പൈത്തൺ എന്നുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യാം. അതിലേറ്റവും ഈ ബിസിനസ് അപ്ലിക്കേഷൻ ട്രൈറ്റോൺ ഇസ് എ ഹൈ ലെവൽ അപ്ലിക്കേഷൻ പ്ലാറ്റ്ഫോം. അപ്പോൾ ഈ ബിസിനസ് അപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പൈത്തൻ്റെ ഒരു സെക്ഷനാണ് ട്രൈറ്റോൺ എന്നുള്ളത്. അപ്പോൾ കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്നല്ലോ, ഇലക്ട്രോണിക് കൊമേഴ്സ്, അതായത് എന്നും സെയിലും പർച്ചേസും ഒക്കെ നമ്മളെ കമ്പ്യൂട്ടർ ഇലക്ട്രോണിക്, അതായത് കൊമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർച്ചേസും സെല്ലിങ്ങും ഒക്കെ എന്തായിരിക്കും, നമ്മൾ ഇലക്ട്രോണിക്സ്, അതായത് മൊബൈൽ അല്ലെങ്കിൽ സിസ്റ്റം, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കണം. അപ്പോൾ ബിസിനസ് അപ്ലിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഫ്രെയിം വർക്കാണ് ട്രൈറ്റോൺ. അടുത്തതായിട്ട് കൺസോൾ ബേസ്ഡ് അപ്ലിക്കേഷൻ. കൺസോൾ ബേസ്ഡ് അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ we can use Python to develop console based application. Console based application എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസോൾ എന്ന് കേൾക്കണം, നമ്മളെ കമാൻഡ് പ്രോംപ്റ്റ് CMD എന്ന് കേട്ടിട്ടുണ്ട്. അതെന്താണ്, അത് കൺസോളാണ്. നമ്മളെന്ത് ഇൻപുട്ടാണോ കൊടുക്കുന്നത് അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, ഔട്ട്പുട്ട് തരും. CMD യൂസ് ചെയ്ത ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ മനസ്സിലാവും, അല്ലെങ്കിൽ ലിനക്സ് ആണെങ്കിലും ഇപ്പോൾ ഷെൽ പ്രോഗ്രാമിംഗ് ആണെങ്കിലും കൺസോൾ ബേസ്ഡ് അപ്ലിക്കേഷൻസാണ്. അതായത് നമ്മൾ എന്ത് ഇൻപുട്ടാണോ വേണ്ടി കൊടുക്കുന്നത് അതിനനുസരിച്ചുള്ള ഔട്ട്പുട്ട് എന്ത് ചെയ്യും, പ്രൊഡ്യൂസ് ചെയ്യും. ജസ്റ്റ് ഒരു ബ്ലാക്ക് സ്ക്രീൻ ആയിരിക്കും. അപ്പോൾ കമാൻഡ് പ്രോംപ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടാവുന്നതാണ് എൻ്റെ ഒരു അറിവ്. അതാണ് കൺസോൾ ബേസ്ഡ് അപ്ലിക്കേഷൻ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യാം, പൈത്തൺ എന്നുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യാൻ, അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഇതാണ് ഈ പൈത്തൺ. അടുത്തതായിട്ട് ഓഡിയോ ഓർ വീഡിയോ ബേസ്ഡ് അപ്ലിക്കേഷൻ. Python is awesome to perform multiple tasks and be used to develop multimedia applications. അതായത് പൈത്തൺ എന്നുള്ളൊരു ലാംഗ്വേജ് എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, മൾട്ടിമീഡിയ അപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. യൂസ് ചെയ്ത 2 അപ്ലിക്കേഷൻസ് ആണ് ടൈം പ്ലെയർ, C++. ഇത് രണ്ടും എന്താണ്, പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വെച്ചിട്ടാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. Python is an awesome to perform multiple tasks can be used to develop multimedia applications. മനസ്സിലായി. അപ്പം പൈത്തൺ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഓഡിയോ വീഡിയോ ബേസ്ഡ് അപ്ലിക്കേഷൻസ് വരെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ 2 റിയൽ അപ്ലിക്കേഷൻസ് ആണ് ടൈം പ്ലെയർ, C++. അടുത്ത് 3D CAD അപ്ലിക്കേഷൻസ്. 3D CAD എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഓട്ടോകാഡ് തന്നെ. ഓട്ടോകാഡ് 3D CAD എന്ന് പറയുമ്പോൾ 3D CAD എന്ന് പറയുമ്പോൾ നമ്മൾ ഓട്ടോകാഡിൽ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ ഒരു വീട് 3D ബേസിൽ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കണം, ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ ഡിസൈനേഴ്സൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കെല്ലാം വീഡിയോ കാണാം. എന്തെന്ന് ഇതിങ്ങനെ എല്ലാ വിർച്വൽ എല്ലാ വ്യൂവിലും, അത് XYZ എന്നുള്ള വ്യൂവിൽ എന്ത് ചെയ്യും, ഇത് കാണിക്കും. അപ്പോൾ CAD അപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫാൻഡാങ്കോ ആണ് എന്ത് ചെയ്യണത്, ഈ ഓട്ടോകാഡ് അപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫ്രെയിം വർക്ക്. ടു ക്രിയേറ്റ് CAD applications, Fandango is a real application which provides full features of CAD. അപ്പോൾ ഫാൻഡാങ്കോ എന്നുള്ള ഫ്രെയിം വർക്ക് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓട്ടോകാഡിൻ്റെ ഒരു ഫുൾ ഫീച്ചർ നമുക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാം. അടുത്തത് എൻ്റർപ്രൈസ് ആപ്ലിക്കേഷൻ. Python can be used to create application which can be used with an enterprise or organization. അതായത് ഒരു മൊത്തത്തിൽ ഒരു കമ്പനീനെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ മൊത്തം കൺട്രോൾ ചെയ്യാൻ വേണ്ടി, ഇപ്പോൾ നെറ്റ്വർക്കിങ്ങും മൊത്തത്തിൽ എല്ലതും കൂടിയിട്ട്, ഇപ്പോൾ കൊമേഴ്സും അതുപോലെ അവിടുത്തെ നെറ്റ്വർക്കും അങ്ങനത്തെ അവരുടെ എല്ലാ ഫ്രെയിം വർക്ക് എല്ലാം കൂടി ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പൈത്തൺ യൂസ് ചെയ്യുക. അതിനുള്ള അപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ ERP, ട്രൈറ്റോൺ, പിക്കാലോ, ഇതൊക്കെയാണ്
റിയൽ ടൈം applications for images. Using Python, several application can be developed for image application. അതായത് എഡിറ്റിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പൈത്തൺ എന്തുണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ വി പൈത്തൺ, ഗോ, ഇമേജ് സീക്ക് എക്സെട്ര. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറഞ്ഞിട്ടുള്ളത്. കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെന്ന് അറിയാം, എന്നാലും ഞാൻ പറയണം. ഒന്നും കൂടി ഞാൻ റീക്യാപ്പ് പോവാണ്. ആപ്ലിക്കേഷൻ ഫോർ ഇമേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പൈത്തണിൽ തന്നെ എന്ത് ചെയ്യുക, പൈത്തണിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യുക, വേറെ ഇമേജസിന് വേണ്ടി നമുക്കാണെങ്കിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് നമുക്ക് എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക. അതായത് ഒന്ന് എഡിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട്. അപ്പോൾ ഓൾറെഡി ഉള്ള ഡെവലപ്ഡ് ആർ വി പൈത്തൺ, ഗോക്സ്, ഇമേജ് സീക്ക് എന്നുള്ള സോഫ്റ്റ്വെയർ എന്താണ് ഓൾറെഡി പൈത്തൺ വെച്ച് ഡെവലപ്പ് ചെയ്താണ്. ദർ ആർ സർവീസ് വിച്ച് ക്യാൻ ബി ഡെവലപ്ഡ് യൂസിങ് പൈത്തൺ. പൈത്തൺ വെച്ചൊരു എന്താ ചെയ്യുക, പിന്നെ വരുന്നത് എൻ്റർപ്രൈസ് ആപ്ലിക്കേഷൻ. എൻ്റർപ്രൈസ് എന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ, എൻ്റർപ്രൈസ് എന്ന് ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു കമ്പനി. ആ കമ്പനീൻ്റെ എല്ലാ കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യുക, പൈത്തൺ എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. അങ്ങനെ ഓൾറെഡി യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോഗ്രാംസ്, ആപ്ലിക്കേഷൻസ് ആണ് എന്ത്, ഓപ്പൺ ERPയും ട്രൈറ്റോണും പിക്കാലൊക്കെ. പിന്നെ 3D CAD ആപ്ലിക്കേഷൻ. 3D CAD ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോകാഡിൻ്റെ വർക്കൊക്കെ എന്ത് ചെയ്യാൻ, ഓട്ടോകാഡിൻ്റെ എല്ലാ, അതായത് ആർക്കിടെക്ചറിന് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ അതിൽ ഫാൻഡാങ്കോ എന്നുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇപ്പോൾ CAD-ൻ്റെ എല്ലാ ഫീച്ചേഴ്സും നൽകുന്നത്. 3D CAD ആപ്ലിക്കേഷൻസ്. അടുത്ത ഓഡിയോ ഓർ വീഡിയോ ബേസ്ഡ് ആപ്ലിക്കേഷൻ പൈത്തൺ. അപ്പോൾ എന്താണ്, മൾട്ടിമീഡിയ ഓപ്പറേഷൻസ് നടത്താൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യുക, പൈത്തൺ യൂസ് ചെയ്യുക. അതിൽ ഓൾറെഡി പൈത്തണിൽ ഡെവലപ്പ് ചെയ്ത കുറച്ച് സോഫ്റ്റ്വെയർസാണ് എന്ത്, ടൈം പ്ലെയറും സി പ്ലെയറും. കൺസോൾ ബേസ്ഡ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെന്ന്, കൺസോൾ എന്ന് പറയുമ്പോൾ CMD. അതേപോലെ ഒരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനോടനുസരിച്ചുള്ള കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് നമുക്ക് തരും. ആ ലെവലിലും എന്തുണ്ട്, പൈത്തൺ നമുക്ക് സ്ക്രിപ്റ്റ് ചെയ്യുക. അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് IPython. ബിസിനസ് ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇ-കൊമേഴ്സ് അല്ലെങ്കിൽ ERP എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞത് എന്ത്, ഇപ്പോൾ ഒരു ഐഡിയ ആണെങ്കിൽ ഐഡിയയിൽ യൂസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിൻ്റെ ഇൻഫോർമേഷൻസ് എന്ത് ചെയ്യണം, സേവ് ചെയ്യണം. അവരെ കംപ്ലയിൻസ് നോക്കണം, അവരുടെ ഓഫറും കാര്യങ്ങളും നോക്കണം. അപ്പോൾ ERP എന്ന് പറയുമ്പോൾ ആ ലെവലാണ്. അങ്ങനത്തെ ഒരു എൻ്റർപ്രണർഷിപ്പ് ആപ്പ് നമുക്ക് എന്ത് ചെയ്യാം, പൈത്തൺ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡെവലപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഇ-കൊമേഴ്സ് എന്ന് പറയുമ്പോൾ സെല്ലിങ്. ഇപ്പോൾ പർച്ചേസിങ് ആണെങ്കിൽ സെല്ലിങ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇ-കൊമേഴ്സ് വഴി ചെയ്യുക. അതിനും വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പൈത്തൺ എന്നുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യാം. അടുത്ത സയൻറ്റിഫിക് ആൻഡ് ന്യൂമറിക് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ എന്ത്, അതായത് സയൻറ്റിഫിക് ഇക്വേഷൻസും അതേപോലെ ന്യൂമറിക് കാൽക്കുലേഷൻസിനും വേണ്ടി നമുക്ക് എന്ത് ചെയ്യുക, പൈത്തൺ എന്നുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഓൾറെഡി അതിൽ കുറച്ച് പാക്കേജസ് ഉണ്ട്, SciPy, Pandas, IPython. SciPy എന്നുള്ളത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻജിനീയറിങ്ങും അതുപോലെ സയൻസ് ആൻഡ് മാത്തമാറ്റിക്സൊക്കെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തുള്ളൊരു പാക്കേജാണ് എന്ത്, ഇത് SciPy. അടുത്ത സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു സോഫ്റ്റ്വെയർ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്റ്റാൻഡ് അലോൺ സോഫ്റ്റ്വെയർ നമുക്ക് എന്ത് ചെയ്യാം, ത്രൂ ഔട്ട് പൈത്തൺ വെച്ച് ഡെവലപ്പ് ചെയ്യുക. അതിൻ്റെ മെയിൻ്റെനൻസും കൺട്രോളും ടെസ്റ്റിങ്ങും എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, പൈത്തൺ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അടുത്ത ഡെസ്ക്ടോപ്പ് GUI ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ ഓൺലൈൻ ചെയ്യാനുള്ളൊരു ഇതുണ്ടാവും, സ്ക്രീനിൽ അമർത്തിയിട്ടൊക്കെ നമ്മൾ ചെയ്യില്ല. അങ്ങനത്തെ കാര്യങ്ങൾ. ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ്, യൂസർ ഇൻ്ററാക്ട് ചെയ്യുന്ന സ്പേസ്, അത് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് എന്നാണ് GUIൻ്റെ ഫുൾ ഫോം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ അങ്ങനത്തെ ഒരു ഇത് ക്രിയേറ്റ് ചെയ്യാനും നമുക്ക് എന്താ, പൈത്തൺ ബേസ്ഡ് ആപ്ലിക്കേഷൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി ടൂൾ കിറ്റ് എന്ന് പറഞ്ഞാൽ WX വിഡ്ജറ്റ്, കിവി, PyQt അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ടൂൾ കിറ്റുകളുണ്ട്. ഈ കിവി എന്നുള്ളതാണ് എന്ത്, മൾട്ടി ടച്ച് ആപ്ലിക്കേഷൻ. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ആ നമ്പറിൽ നമ്മുടെ റിസർവേഷൻ നമ്പർ അടിച്ചു കൊടുക്കുന്ന നേരത്തെ എന്തുണ്ടാവും, മൾട്ടി ടച്ച് അല്ലേ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുന്നതാണ് എന്ത്,
കിവി എന്നുള്ള ടൂൾ കിറ്റ്. അപ്പോൾ GUI ആപ്ലിക്കേഷൻ മനസ്സിലായി വിചാരിക്കുന്നു. അടുത്ത വെബ് ആപ്ലിക്കേഷൻ. വെബ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെബ് പോർട്ടലായിക്കോട്ടെ, വെബ്സൈറ്റ് ആയിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, അങ്ങനത്തെ എന്ത് കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, പൈത്തൺ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. JSON-ഉം HTML-ഉം XML-ഉം ഒക്കെ എന്താണ് പൈത്തണിൽ സപ്പോർട്ട് ചെയ്യും. അതുപോലെ ഇത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് പ്രത്യേക ഫ്രെയിം വർക്കുകളുണ്ട്. ജാങ്കോ, പിരമിഡ്, ഫ്ലാസ്ക്, അങ്ങനത്തെ ഫ്രെയിം വർക്ക്സാണ് വെബ് ആപ്ലിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്തായാലും കഴിഞ്ഞ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചോദിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത സെഷനിൽ പോവാം.